ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു സ്പെയർ പാർട്സ് കടയിൽ കയറിയതാണ്. ഇവിടെ സ്പെയർ പാർട്സ് എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ്. പിടിച്ച് പൊളിക്കുന്ന വണ്ടി കാറുകളൊക്കെ പാർട്സ് ആയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇല്ലാത്ത സംഭവമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് എല്ലാം പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റീരിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീരിയോ നമുക്ക് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്റ്റോക്കൊന്നും ഇല്ല, ഉള്ളതെല്ലാം ആൾക്കാർ കൊണ്ടുപോയി. ഇവിടെ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. സോണിയുടെ ഒക്കെ സാധനങ്ങൾ, അടിപൊളി സാധനങ്ങൾ കിട്ടും. എല്ലാ കമ്പനിയും ഇവിടെ കിട്ടും. പിന്നെ ഇച്ചിരി പഴയതായിരിക്കുന്നേ ഉള്ളൂ ഗൈസ്. നമുക്ക് അതൊക്കെ മതി ഗൈസ്, എന്ത് ചെയ്യാനാ, നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാഷൊക്കെ ആകുമ്പം നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ മേടിക്കും. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് തെമ്മല കഴിഞ്ഞിട്ട് ആര്യങ്കാവിനിപ്പുറം ചായ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചെറിയ മഴയുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിർത്തി. അപ്പോൾ ശരത്തളിയനും വന്ന്, ശരത്തളിയൻ ലോഡുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്, കേരളത്തിലേക്ക് പോവുകയാണ്. നമ്മൾ തമിഴ്നാട്ടിലേക്കും പോവുക. ശരത്തളിയൻ യോയോ സ്റ്റൈലിലേക്ക് വന്ന് നമ്മൾ രണ്ടുപേരും ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു ഗൈസ്. നമ്മളെ പോയി ഒരു ലോഡും എടുത്തിട്ട് വരുന്ന വഴിക്ക് നൈറ്റാണ് നമ്മളെ റൈഡ് ഫുള്ള്. ബാക്കിൽ കിടക്കുന്നത് ഷിജോളിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഞാൻ ഷിജോളിനെ വേറൊരു ബെൻസ് പുറകിലുണ്ട്. എല്ലാം 12 കിലോ ആണ് ഗൈസ്. പിന്നെ ഇടയ്ക്ക് കിടക്കുന്ന ബൾക്കറെല്ലാം തൃശ്ശൂർ വണ്ടിയാണ്. ഷിജോളിൻ്റെ വണ്ടി അലങ്കരിച്ച് സെറ്റാക്കി വെച്ചേക്കാണ് ഗൈസ്. ഷിജോളിൻ വണ്ടി എടുത്ത് പറപ്പിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അങ്ങനെ ഞങ്ങൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ച് ഗൈസ്. നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ രാവിലെ ആയപ്പം ഗോവിന്ദമട്ടം ഗോഡൗണിലെത്തി. ഗോവിന്ദമട്ടം എന്ന് പറയുന്നത് നമ്മുടെ കായംകുളം നേരെ വന്ന് നമ്മുടെ എറണാകുളം ഹൈവേ ചാടിയിട്ട് കൊല്ലം എറണാകുളം ഹൈവേ ചാടി നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ആ ഗോവിന്ദമട്ടം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുവഴി നമ്മൾ നേരെ വന്ന് ഗോവിന്ദമട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഗോഡൗൺ. ഇവിടെ ഒരു വണ്ടി, നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പകർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന കൊച്ചു വണ്ടികളൊക്കെയാണ്. ഒരു വണ്ടി വെളിയിൽ ലോഡ് കയറ്റാൻ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടീനെ ടാർപ്പൊക്കെ അഴിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ആ വെളിയിൽ കിടക്കുന്ന വണ്ടിയിൽ ലോഡ് കയറ്റാൻ. ഈ വണ്ടിക്കകത്തുള്ള ലോഡെല്ലാം കഴിയാറ്.